ഫ്രം പെറ്റീഷൻ ടു പ്രൈസ്. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്നത് പരാതിയിൽ നിന്നും സ്തുതിയിലേക്ക്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ മറ്റ് ജനത്തെ പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ പാടിയതുപോലെ തന്നെ. എന്താ പാടിയത്? നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ആരെങ്കിലും പ്രയാസത്തിലൂടെ, ആരെങ്കിലും അയ്യോ എനിക്കത് നന്മയ്ക്കാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിലെ വിഷയം വയ്ക്കുക. അവൻ ഹല്ലേലൂയ, അവൻ തീർച്ചയായിട്ടും സകലവും നന്മയ്ക്ക് എന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ ഞാനും നിങ്ങളും? അങ്ങനെയാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ വിഷയവും ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, തിന്മയ്ക്കല്ല, ദോഷത്തിനല്ല, പ്രയാസത്തിനല്ല, നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ഇന്നത് മാറ്റിയെടുക്കുന്ന ദിവസങ്ങളാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവമക്കൾക്ക് മാത്രം ഉള്ള ഒരു പദവിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരെ, നമ്മൾ ചുറ്റുമുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുവാൻ എല്ലാവരും ഒരുക്കമാണ്. അതിനുള്ള കാരണങ്ങൾ അവർ കണ്ടെത്താം. എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തകർന്നു പോകുന്നു. മാത്രവുമല്ല, അവർ കുടുങ്ങിപ്പോവുകയാണ്, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. നമ്മുടെ മാതൃക എന്ന് പറയുന്നതും ഹല്ലേലൂയ ആരാണ്? വി ആർ ലിവിങ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് അവർ മോഡൽ ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്, ദൈവമക്കളാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ മോഡൽ എന്ന് പറയുന്നതും യേശുവാണ്. അവൻ എന്താ പറയുന്നത്? അവൻ എന്താ ചെയ്തത്? നമുക്കറിയാം. കാൽവരിയിലെ യാഗത്തെക്കുറിച്ച് നോക്കിയാൽ ലോകം പറയും, ജനം പറയും, ദിസ് വാസ് അട്ടർ ഫെയിലിയർ, അല്ലേ? ചോദിച്ചാൽ പറയും അത് ഏറ്റവും നഷ്ടമായിരുന്നു, അത് ഏറ്റവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഏറ്റവും മോശമായതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ചെറുതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശു തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കി തരണമേ. ടു ഹി ഹിംസെൽഫ് ഇറ്റ് വാസ് സംതിങ് അൺബെയറബിൾ, അല്ലേ? അത്രയും കഠിനമായിരുന്നു. എന്നാൽ that became the salvation for the entire world. Hallelujah. സ്തോത്രം. ജനം അയ്യോ എന്ന് വെച്ചത് ഏറ്റവും നന്നാക്കി മാറ്റിയെടുക്കുന്ന, സകല ജനത്തിൻ്റെയും രക്ഷയാക്കി മാറ്റിയെടുക്കുന്ന ആ വലിയ സ്നേഹമാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന ഓരോ ചെറിയ കാര്യവും, സ്തോത്രം, അത് ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിയെടുക്കുന്നവനാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഹല്ലേലൂയ. ഒരു വേദഭാഗം നമുക്ക് ആധാരമായിട്ട് ചിന്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്, ഒരു സങ്കീർത്തനമാണ്. നമ്മൾ പലപ്പോഴുമായിട്ട് ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റുപറയുന്ന, നമ്മൾ ധൈര്യപ്പെടുന്ന, ബലപ്പെടുന്ന സങ്കീർത്തനമാണ്. വായിച്ചാട്ടെ അതിൻ്റെ 1 മുതൽ അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അതിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന ആ വരികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും.
അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. വെറുതെ പറയുകയല്ല, അവൻ പറയുന്നത് എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിച്ചുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. എന്ത് പറഞ്ഞത്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന്. ഫ്രം ദ ലിദിയ പറഞ്ഞതുപോലെ ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീയിങ്, ഉള്ളിൽ തട്ടി തന്നെയാ പറയുന്നത്. പറഞ്ഞാട്ടെ. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും. ഞാൻ സന്തോഷിക്കുന്നത് അത് റിയൽ ആയതുകൊണ്ട്, അത് എൻ്റെ ഉള്ളം തൊട്ട് ഞാൻ സന്തോഷിക്കുന്നത് കൊണ്ട് എന്നെ കാണുന്നവരും ബലപ്പെടുവാനും സന്തോഷിക്കുവാനും ഇടയായിത്തീരും. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും ബലപ്പെടുത്തുന്ന, എൻകറേജ് ചെയ്യുന്ന ഹല്ലേലൂയ വാക്കുകളാണ് അവിടെ ദാവീദ് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ഹല്ലേലൂയ എന്നും അവനെ വാഴ്ത്തും, എന്നും എല്ലായ്പ്പോഴും ഞാൻ അവനെ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. സ്തോത്രം. പിന്നെ പറയാണ്, ഞാൻ അവനിൽ പുകഴുകയാണ്. ഐ ബോസ്റ്റ് ഇൻ ഹിം. ഞാൻ അവനിൽ പുകഴുകയാണ്. പിന്നെ പറയുന്നു ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയിട്ടില്ല, അവർക്ക് ലജ്ജിക്കാൻ ഇടവന്നിട്ടില്ല. ഞാൻ അവങ്കിലേക്ക് നോക്കി, ഹല്ലേലൂയ, എൻ്റെ മുഖം പ്രകാശിതമായി. സ്തോത്രം. അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ ധൈര്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഹി ഈസ് ഗുഡ്. നിങ്ങൾ രുചിച്ചറിയണം. ഇല്ല എങ്കിൽ ചുമ്മാ പേര് കേട്ടത് കൊണ്ടോ അവനും അവളും പറഞ്ഞത് കൊണ്ടോ ബേക്കറിയിൽ സാധനം വെച്ചത് കൊണ്ടോ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയത്തില്ല. ഞാനും നിങ്ങളും അത് രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. യഹോവ നല്ലവനാണെന്നും ഹല്ലേലൂയ അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുമെന്നും ടേസ്റ്റ് ചെയ്യാൻ ഹല്ലേലൂയ കഴിഞ്ഞവർക്കായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുക. ഹല്ലേലൂയ. Taste and see that he is good. ഹല്ലേലൂയ. ചുമ്മാ കേൾവിയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവനിൽ ആശ്രയിക്കണം, എങ്കിൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ പറയുന്നു, അവനെ ബാലസിംഹങ്ങളും അല്ലെങ്കിൽ എല്ലാം ഇരകിട്ടാതെ നടന്നാലും അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും വരത്തില്ല, ഒരു കുറവും വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, മക്കളെ എനിക്ക് ചെവി തരുവിൻ. എന്നിട്ട് പറഞ്ഞത്, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു. I have enough experience that I can teach you. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യാം, ഞാൻ നിങ്ങളെ ഉപദേശിക്കാം അവൻ്റെ ഭക്തിയെക്കുറിച്ച്. സ്തോത്രം. ഇത്രയും നമ്മളും ബലപ്പെടാറുള്ളതാണ്. ഈ അത്രയും വാക്യങ്ങൾ നമ്മെ എൻകറേജ് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? എപ്പോഴാണ് ദാവീദ് ഈ എഴുതിയത്? ഈ സങ്കീർത്തനം എപ്പോഴാണ് എഴുതിയെന്നറിയാമോ? ഹി വാസ് ലിറ്ററലി അണ്ടർ ദ ഷാഡോ ഓഫ് ഡെത്ത്. അവൻ മരണത്തിൻ്റെ താഴ്വ, അവൻ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം എന്താ പറഞ്ഞത്? കൂരിൽ താഴ്വിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സ്തോത്രം. അവിടെ പറയുകയാണ്, എന്താ പറഞ്ഞത്? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവിടെ കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ഷാഡോ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ നിഴലിൽ കൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവ പൈതലിൻ്റെ പ്രാഗൽഭ്യമാണ്, ലോകത്തിന് മുഴുവനും ഉള്ളതല്ല കേട്ടോ.
ആ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ 34-ാമത്തെ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് ലിറ്ററലി, കാര്യം ഞാൻ ഭയപ്പെടുകയില്ല എന്ന് 23-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, പക്ഷേ 34-ാം സങ്കീർത്തനം ഇത് എഴുതുമ്പോൾ ഹല്ലേലൂയ, അവൻ കടന്നു പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു രാജാവ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തിയെ കൊല്ലുവാനായിട്ട്. ഹല്ലേലൂയ, അവനെ കൊല്ലുവാനായിട്ട് ഹല്ലേലൂയ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രാജാവാണെന്ന് ആലോചിക്കണം. ആ രാജ്യത്തിലെ നമ്പർ 1 അന്വേഷിക്കുകയാണ് ഇവനെ കൊല്ലുവാനായിട്ട്. ആർക്കെങ്കിലും രക്ഷ പ്രാപിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്നിട്ട് മാത്രവുമല്ല, ഇത് എഴുതാൻ സാധിക്കുന്ന അതിൻ്റെ തലക്കെട്ടിൽ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ അറിയാം, ആക്കീഷ് രാജാവിൻ്റെ മുന്നിലെ ഒരു ഭ്രാന്തനെ പോലെ നടിക്കേണ്ടി വന്നു. നടിച്ചപ്പോൾ അവനെ ത്രൂ ഹിം ഔട്ട്, അവനെ അവിടെ നിന്നും ഒഴിവാക്കി. ഈ ഭ്രാന്തനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കിയിട്ട് അവൻ പോകുമ്പോൾ അവൻ എഴുതിയ സങ്കീർത്തനമാ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്ന സങ്കീർത്തനം. ഹല്ലേലൂയ. ഞാൻ എല്ലാ കാലത്തും അവനെ വാഴ്ത്തും, അവനെ സ്തുതിക്കും, എൻ്റെ ഉള്ളം ഹല്ലേലൂയ പുകഴുകയാണ്. ഇറ്റ്സ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴെഴുതുന്നത്? മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ, ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ച് അവിടെ നിന്നും പോകുന്ന സമയത്ത്, സ്തോത്രം, എഴുതിയ സങ്കീർത്തനമാണെന്ന് അതിൻ്റെ തന്നെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. അവൻ പറയുകയാണ്, ഈ കണ്ടീഷനിലൂടെ നടന്നു പോകുന്ന ദാവീദ് പറയുകയാണ്, നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. അവങ്കിലേക്ക് അവൻ നമ്മെ താഴാനായിട്ട് അവൻ അനുവദിച്ചിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടം വരുത്തിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു, അല്ലേ? മരണം, ഇത് കഴിഞ്ഞാൽ ദാവീദ് എന്നെ കൊല്ലുവാനായിട്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രാജാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വിട്ടാലും തന്നെ തേടി വരുന്നത് ഇനിയും മറന്നിട്ടില്ല. എന്നിട്ടും പറയുകയാണ് അവൻ, ഹല്ലേലൂയ, അവൻ ഒരിക്കലും തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല, അവൻ നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഉപദേശിച്ചു തരാം, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. സ്തോത്രം. അപ്പോൾ നമുക്ക് തോന്നും, അവൻ അങ്ങനെ പറയാൻ കാരണം എന്താ? അവന് പേടിയൊന്നും ഇല്ലേ? എന്നാൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 4-ാം വാക്യം പറഞ്ഞെന്താണ്? 4-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, യഹോവ എനിക്ക് ഉത്തരം നൽകി സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. ഐ വാസ് ഫിയർഫുൾ. നമ്മെപ്പോലെ തന്നെയാ. ഹല്ലേലൂയ. ഞാൻ ഭയത്തോടെ ആയിരുന്നു, എന്നാൽ അതിൽ നിന്നെല്ലാം അവൻ എന്നെ വിടുവിച്ചു. സ്തോത്രം. 6-ാം വാക്യം പറഞ്ഞത്, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഞാൻ കഷ്ടങ്ങളിലായിരുന്നു. ഐ വാസ് ഇൻ ട്രബിൾ like each one of us at many times. എന്നാൽ അതിൽ നിന്നെല്ലാം അവൻ എന്നെ വിടുവിച്ചു. delivered me from all the troubles. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം 17, 18, 19 വായിച്ച്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. പിന്നെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ബ്രോക്കൺ, അല്ലേ? അങ്ങനെ തകർന്നിരിക്കുക, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. the broken heart. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് അവൻ കൂടുതൽ അടുത്ത സമീപസ്ഥനായിട്ട് അവനെ കണ്ടു. കാരണം ദാവീദ് ഇത് പറയുന്നത് ഉള്ളം കൊണ്ടാ. If you want, I can teach you. ഹല്ലേലൂയ. കാരണം ഞാൻ ആ തകർന്ന ഹൃദയത്തോടെ നടന്നതാ. അന്നേരം എനിക്ക് അവനെ ഹല്ലേലൂയ ദൂരത്ത് നിന്ന് അവനെ ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് അവനെ അടുത്ത് കാണുന്നു. സ്തോത്രം. പിന്നെന്താ പറഞ്ഞു? 19-ാം വാക്യം. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. The afflictions of the righteous are many. എന്നാൽ യഹോവ അവനെ വിട്ടുവീക്കുന്നു. അപ്പോൾ ഭയത്തിലായിരുന്നു, he was in trouble, കഷ്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ ഹൃദയം നുറുങ്ങിയിരുന്നു. അതുപോലെ തന്നെ was afflicted definitely. എന്നാൽ അതിൽ നിന്നൊക്കെയും അവൻ എന്നെ വിടുവിച്ചു. സ്തോത്രം. കാരണം ഇതിൻ്റെ എല്ലാം ഉള്ളിൽ അവൻ ഒരു ദൈവത്തെ കണ്ടിരുന്നു. സ്തോത്രം.
ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ടായിരുന്നു. ആ പ്രയാസത്തിൻ്റെയും ഭയത്തിൻ്റെയും കഷ്ടതയുടെയും അഫ്ലിക്ഷൻ്റെയും ഹല്ലേലൂയ ഉള്ളിൽ അവൻ ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നു, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, അവൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അറിയാം എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. സകലവും ഞാൻ എല്ലാ കാലത്തും സ്തുതിക്കുമെന്ന് പറഞ്ഞാൽ ആ സമയത്തും ഞാൻ അവനെ സ്തുതിച്ചു കൊണ്ടിരുന്നു. രാജാവ് എന്നെ കൊല്ലുവാനായിട്ട് എൻ്റെ പുറകിൽ ഹല്ലേലൂയ ആളുകളെ അയക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതിൽ അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം. അവൻ എന്നെ ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്തിയില്ല. പകരം എന്തുണ്ടാക്കി? ഹി മെയ്ഡ് മീ റേഡിയൻറ്റ്. എൻ്റെ മുഖം പ്രകാശിച്ചു. ഞാൻ ലജ്ജിച്ചു പോകാതെ ഹല്ലേലൂയ ഞാൻ ക്ഷീണിച്ചു പോകാതിരിക്കുന്നതിന് കൂടുതൽ പ്രകാശിതമായി ഞാൻ അവങ്കിലേക്ക് നോക്കി. ഇന്ന് ഇത് ദാവീദിന് മാത്രം ഉള്ള ഒരു കാര്യമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് വിഷയം തന്നെ ആയിക്കൊള്ളട്ടെ, ഞാനും നിങ്ങളും നോക്കിയിരിക്കുന്നത് അവൻ്റെ മുഖത്തേക്കാണെങ്കിൽ, അവൻ്റെ കണ്ണുകളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം അവൻ എന്തോ ചെയ്യും? He will hear our prayer and he will save us. 6-ാം വാക്യം പറഞ്ഞത് സ്തോത്രം, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. കഷ്ടങ്ങൾ ഇല്ല എന്നല്ല, എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു വലിയവനായ ദൈവം ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 7-ാം വാക്യം പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പ്രയാസത്തിൻ്റെ എല്ലാം ഉള്ളിൽ 7-ാം വാക്യം എന്താ പറയുന്നത്? യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എങ്ങനെയാ അത്? I paused there for some time and I was thinking, how come ഒരു ഏഞ്ചൽ ചുറ്റും പാളയമിറങ്ങി നിൽക്കുന്നു? How that is possible? In the midst of issue, wherever he look, he can see the angel, the same angel. Wherever he look, he can see the same angel. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഒരു ദൂതനാണ്, എൻ്റെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സ്തോത്രം. 15-ാം വാക്യം പറഞ്ഞ് വായിച്ചാട്ടെ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവന്റെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നമ്മൾ ഈ അഫ്ലിക്ഷനിലൂടെ എല്ലാം പോകുമ്പോഴാണ്, ഈ പ്രയാസത്തിലൂടെ എല്ലാം പോകുമ്പോഴാണ് നമ്മൾ കാണേണ്ട ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? There are a pair of eyes looking on each one of us. There are a pair of ear wanted to hear from us. ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവൻ്റെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നമ്മൾ അവങ്കിലേക്ക് നോക്കിയപ്പോൾ പ്രകാശിതമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ഒരു പക്ഷേ ഹല്ലേലൂയ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാലും there are a pair of eyes looking on each one of us and a pair of ear, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ, നമ്മുടെ അഫ്ലിക്ഷൻസിനെ, നമ്മുടെ ട്രബിൾസ്, നമ്മുടെ ഫിയർ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഒരു ദൈവത്തെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല, എന്നാലേ നമ്മുടെ വിഷയത്തിൻ്റെ ഉള്ളിലെ നമുക്കൊരു ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? If we can turn our petitions to praise, that is where you will see the goodness of God. നമ്മൾ ഏറ്റവും അധികം ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തിയെയും സ്നേഹത്തെയും ഹല്ലേലൂയ അവൻ്റെ കൃപയെയും രുചിച്ചറിയുന്നത് ഞാനും നിങ്ങളും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയാണെങ്കിൽ there you will enjoy. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ പറയും, ഞാൻ ഈ കടന്നു പോയതുണ്ടല്ലോ, ഈ മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോയതുണ്ടല്ലോ, സ്തോത്രം, എനിക്ക് എൻ്റെ ദൈവത്തെ എൻ്റെ അടുത്ത് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ.
മോർ ദാൻ എവർ ബിഫോർ. ഞാൻ മുന്നേ അവനെക്കുറിച്ച് അറിയാമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ അവനെ കൂടുതൽ എൻ്റെ അടുത്ത് കണ്ടിരിക്കുന്നു. The opportunities that we can really have our God closer to us. Amen. കർത്താവ് ഇത് എല്ലാവരുടെയും കാര്യമാണ്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ യാഗമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. The power of praise. ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അത് നമ്മൾ നമ്മുടെ പ്രയാസങ്ങളിൽ അവനെ സ്തുതിക്കുകയാണെങ്കിൽ അതിൻ്റെ ശക്തിക്ക് അധികം ബലമുണ്ട്, അധികം ബലമുണ്ട്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അതുകൊണ്ട് ഇത് ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു കൃപയാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യം, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുകയാണെങ്കിലേ, ഹല്ലേലൂയ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. And we will all testify like David. And we will also tell, if you want I can teach you. Hallelujah. Because ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിശന്നിരിക്കുമ്പോഴായിരിക്കും അല്ലേ നമുക്ക് അത്ര നല്ലതല്ലാത്ത ഭക്ഷണം പോലും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. നമ്മൾ അല്പം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് അധികം അറിയാൻ കഴിയുന്നത്. ദാവീദ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. He just got out from King Achish. കൂടെയുള്ളൊരു ദൈവമാണ്. സ്തോത്രം. ഒന്ന് രണ്ട് ഹല്ലേലൂയ ചെറിയ ഉദാഹരണങ്ങൾ കൂടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദ പവർ ഓഫ് പ്രൈസ്. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയുന്ന വേദഭാഗങ്ങളാണ്. 2 Chronicles chapter 20 അതിൻ്റെ 17-18 വാക്യങ്ങൾ, 17 മുതൽ 18 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദ്യർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുൻപാകെ വീണു നമസ്കരിച്ചു. സ്തോത്രം. ഇവിടെ ഇതാ ഒരു ഭാഗത്ത് വലിയ സൈന്യം വന്ന് അവരെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വലിയ സൈന്യമാണോ? അതിൻ്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. താഴെ കൊടുത്തിട്ടുണ്ട് 12ാമത്തെ വാക്യം, 20:12. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സമൂഹത്തെ എതിർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾക്ക് കഴിയത്തില്ല. എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആലോചന പറയുകയാണ്, ഇല്ല, നിങ്ങൾ ജയിക്കും, നിങ്ങൾ തോൽക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ 18ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 17ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചോട്ടെ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. നോക്കണമേ, ഇപ്പോൾ ഒരു വലിയ സൈന്യം നമുക്കെതിരെ വരുന്നു. എന്നാൽ ഞാനും നിങ്ങളും കാണേണ്ടത് യഹോവ എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. അല്ലേ? ഈ വരുന്ന ജനത്തെ അല്ലെങ്കിൽ സമൂഹത്തെ, സമുദ്രം പോലെയുള്ള ഈ കൂട്ടത്തെ ജയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ ആലോചന പറയുകയാണ്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞതുപോലെ, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. അത് കേട്ട ഉടനെ സ്തോത്രം, യഹോശഫാത്ത് എന്താ ചെയ്തതെന്നറിയാമോ? പിന്നെ അവനെ പിന്നെ ബാക്കിയെല്ലാം മറന്നു. അവൻ ചെയ്യുന്നത്, അവൻ വീണ് അവനെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് 18ാം വാക്യം വായിച്ചോട്ടെ.
അപ്പോൾ അപ്പോൾ യഹോശഫാത്ത് യഹോശഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദ്യർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുൻപാകെ നിന്ന് നമസ്കരിച്ചു. പിന്നെ അവർക്ക് കാണുന്നത് അവരോട് കൂടെയുള്ള യഹോവയെയാണ്. പ്രശ്നങ്ങളെല്ലാം മാറി, അവരുടെ ഭയം മാറി. കാരണം അവരുടെ കൂടെ യഹോവയുണ്ട് എന്നുള്ളൊരു ആലോചന കിട്ടിയപ്പോൾ പിന്നെ അവരുടെ സാഹചര്യങ്ങൾ അവർ നോക്കിയില്ല, അവരുടെ ചുറ്റുപാടുകളെ നോക്കിയില്ല. ഒരു വലിയ സൈന്യം അവർക്കെതിരെ വരുന്നത് അവർക്ക് വിഷയമല്ല. അവർക്ക് വേണ്ടത് എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവമുണ്ട്, അവൻ്റെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം വീണ് അവന് നമസ്കരിക്കും, അവന് മഹത്വം കൊടുക്കും. ഇനി ഞാൻ കാണുന്നത് സൈന്യത്തെയല്ല, ഇനി ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്ന് വായിച്ചാട്ടെ അതിന്റെ 20, 21, 22 വാക്യങ്ങൾ. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശഫാത്ത് നിന്നുകൊണ്ട് യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എനിക്ക് എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നിന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അവൻ്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങി. യഹോവ യഹൂദ്യർക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്, വി ഡോണ്ട് ഹാവ് പവർ എന്ന് പറഞ്ഞതാണ് യഹോശഫാത്ത്. എന്നാൽ ഇവിടെ അവർ ജയിക്കുവാനിടയായി തീർന്നു. ആൻഡ് വാട്ട് ബിക്കെയിം ദ പവർ, ദ സോഴ്സ്? ഹല്ലേലൂയ. അവരുടെ സ്തുതികൾ അത് ശക്തിയായിട്ട് മാറി. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ഹല്ലേലൂയ ദൈവത്തിലുള്ള ആശ്രയം, they set a worship team. ആമേൻ. എങ്ങനെ എത്ര വേറെ എവിടെയും നമുക്ക് ഇങ്ങനെ ഇത്രയും മഹത്വമായിട്ട് കാണുന്നില്ല അല്ലേ? ശത്രു മുന്നിൽ നിൽക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് എല്ലാം ഓക്കെയാണേ, സ്തോത്രം. എന്നാലേ ശത്രു ഒരു വലിയ സൈന്യം നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ പറയുകയാണ്, അതിൻ്റെ ഒന്ന് പ്ലഗ് കുത്തിക്കേ, ഇതൊന്ന് സെറ്റ് ചെയ്തേ, ഹല്ലേലൂയ, സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാണെങ്കിൽ, നമ്മുടെ വിഷയത്തെക്കാളും വലിയൊരു ദൈവത്തെ കാണുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പാടി ആരാധിക്കുവാൻ തുടങ്ങി. അവർ ഹല്ലേലൂയ, അവൻ പതിയിരിപ്പ് എവിടെ ഇരുന്നു എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ജനങ്ങൾ. സ്തോത്രം. പതിയിരിപ്പുകാരെ വരുത്തി അവർ തോറ്റു പോകുവാനിടയായി തീർന്നു. സ്തോത്രം. ആ ദൈവത്തെ അവർ സ്തുതിച്ചു. ജയിച്ചതിന് ശേഷമല്ല അവർ സ്തുതിച്ചത്. ഹല്ലേലൂയ. പ്രശ്നം ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ, ഹല്ലേലൂയ, അവരുടെ മുന്നിൽ കൊടും വിഷയം ഉള്ളപ്പോൾ തന്നെ, ദാവീദിനെ പോലെ തന്നെ ആ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോഴും, പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 2 കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഹല്ലേലൂയ, 2 ചെവികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? കർത്താവിൽ ധൈര്യപ്പെടുക. നമ്മുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ തന്നെ, ഹല്ലേലൂയ, അവൻ എല്ലായ്പ്പോഴും സ്തുതിക്ക് യോഗ്യൻ. അവൻ എല്ലായ്പ്പോഴും സ്തുതിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. 1-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ വായിച്ചാട്ട്. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്താ, എപ്പോഴാ ഇത്? നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ മക്കളും നിന്റെ സമ്പത്തും എല്ലാം പോയി എന്ന് ഹല്ലേലൂയ പറഞ്ഞപ്പോൾ വീണ് കരഞ്ഞ് താണു, എന്താ പറയുക, മരിച്ചവനെ പോലെ ആയി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഒറ്റ ദിവസത്തിനുള്ളിൽ കേട്ടപ്പോൾ അവൻ എന്തു ചെയ്തു? അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ഹല്ലേലൂയ. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ പറയുന്നത് എന്താണെന്നറിയോ? ഇയ്യോബ് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ വസ്ത്രം പോലും അവൻ തന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വസ്ത്രമില്ലാതെ വന്നു, ഞാൻ വസ്ത്രമില്ലാതെ പോകും. ഇത് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെയാ, അവൻ തന്നതാ. ഹല്ലേലൂയ. അവൻ കൂടെ ഉള്ളത് കൊണ്ടാ. അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷയമൊന്നുമല്ല. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം നമ്മുടെ സമ്പത്തും ബാങ്ക് ബാലൻസും നമ്മുടെ പൊസിഷനും പദവിക്കായി അത് പോയാലൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇയ്യോബ് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ, അല്ല, ഞാൻ വസ്ത്രം പോലും ഇല്ലാതെ ഇവിടെ വന്നത്, അതുകൊണ്ട് വസ്ത്രമില്ലാതെ തന്നെ ഞാൻ പോയ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സ്തോത്രം. അവൻ സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ പറഞ്ഞു എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കും കഴിയണം. ഇന്ന് നമ്മൾ ആ സ്നേഹത്തെ കുറച്ചുകൂടെ ഇയ്യോബിനേക്കാളും അതിശക്തമായ ആ സ്നേഹത്തെ ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഹല്ലേലൂയ. സ്തോത്രം. അതേക്കുറിച്ച് അറിവ് നേടിയിട്ടുള്ളതാണ്. സ്തോത്രം. എന്നിട്ട് നമ്മുടെ വിശ്വാസം എവിടെ? നമ്മോട് പറയുകയാണ്, നിങ്ങൾ സ്തോത്രം ഏത് സമയത്തും അവനെ എൻ്റെ മുന്നിൽ വെച്ചുകൊള്ളുക. ഒരിക്കലും നാം പരാജയപ്പെട്ടു പോകുവാൻ, ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടവരുത്. We might be in affliction or in trouble or with fear. ഹല്ലേലൂയ. എന്നാൽ നമ്മോട് കൂടെയുള്ളവനെ നമ്മൾ തിരിച്ചറിയുക. സ്തോത്രം. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ സ്തുതിക്കുക മാത്രം മതി. സ്തോത്രം. ഇയ്യോബിന് ആരും പറയണ്ട, പറയാതെ തന്നെ അവനറിയാം എന്ത്? ഹല്ലേലൂയ. അവൻ തന്നു, അവൻ എടുത്തു. ഓൾ ഹിസ് ഡ്യൂട്ടി. ഇന്ന് നമ്മളാണെങ്കിൽ വേറെ പ്രശ്നമാണ്. നമുക്ക് എന്തെങ്കിലും വന്നാൽ പറയും, ദേ പിശാച് അങ്ങനെ വന്നിരിക്കുന്നു, ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുന്നു, പിന്നെ എനിക്ക് അതൊക്കെ പിന്നെ അതിനു വേണ്ടി നമ്മൾ എല്ലാം മല്ലുപിടിയാണ്. ഇവിടെ നമുക്ക് പരാജയം വരുന്നത്. ഇയ്യോബ് പറയുന്നത്, ഞാൻ വസ്ത്രം പോലും കൊണ്ടുവന്നിട്ടില്ല, വസ്ത്രം തന്നത് തന്നെ അവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ വടിയും വാളൊക്കെ എടുത്തിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? സ്തോത്രം. നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടതാണ്. ആദ്യമേ നമുക്ക് ഉറപ്പ് വരണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്. അല്ലേ, ഞാൻ എല്ലാ കാലത്തും അവനെ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വേണം. ഇല്ലെങ്കിൽ സംഗതി അല്പം പെശക. ഹല്ലേലൂയ. നമുക്ക് അവനെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഏത് സമയത്തും അവൻ കൂടെയുണ്ട്. നമ്മളൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അവിടെയാ നമ്മൾ അവനെ ഏറ്റവും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെയാണ് ഹല്ലേലൂയ. സ്തോത്രം. നീ ഒന്ന് നോക്കുമ്പോഴേക്കും യുവർ ഫേസ് വിൽ ബിക്കം റേഡിയൻറ്റ്. ഹല്ലേലൂയ. ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അധികം നന്മ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബ് അതിൻ്റെ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അതെ, ഇനി ഏറ്റവും നല്ല അഡ്വൈസ് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കിട്ടി. ഹല്ലേലൂയ. നിൻ്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ മരിച്ചുപോയാൽ എനിക്ക് അത്ര ആശ്വാസമുണ്ട്, കാരണം നിൻ്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നു എന്ന് സ്വന്തം ഭാര്യ സ്നേഹത്തോടെ പറയുകയാണ്. സ്തോത്രം. ഇയ്യോബ് പറയുന്നത്, ഞാൻ ഒരു ചെറിയ തെറ്റുപോലും എൻ്റെ ദൈവമക്കളെ, ഞാൻ ഇവിടെ ഒരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട് ഇയ്യോബിൻ്റെ കഥയിൽ നിന്ന്, ആ ചരിത്രത്തിൽ നിന്ന്. എന്താണെന്നറിയാമോ? അവൻ ഹല്ലേലൂയ 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം അതിൻ്റെ ഒടുവും പറഞ്ഞത് എന്താണെന്ന് 22-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ചേ. അത് ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്യുകയോ ഹല്ലേലൂയ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തു. എന്തെങ്കിലും ഞാൻ ഈ അവനെ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നതല്ലാതെ എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ ദൈവത്തിനെതിരായിട്ട് ഞാൻ ചിന്തിച്ചാൽ അത് പാപമാണെന്ന് ഇയ്യോബ് മനസ്സിലാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുക, ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമല്ലാതെ സ്തുതിയല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നം തന്നെയാണ്, എൻ്റെ നഷ്ടം തന്നെയാണ്. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് മഹത്വം കൊടുക്കാനല്ലാതെ മറ്റെന്തെങ്കിലും എൻ്റെ ഉള്ളിൽ തോന്നിയാൽ, ഹല്ലേലൂയ, ദൈവപൈതലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം എന്ന
അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുക 2-ാം അധ്യായത്തിന്റെ 9-10 വായിച്ചോട്ടെ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അധരങ്ങളാൽ പാപം ചെയ്തില്ല. പറഞ്ഞത് എന്താണ്? നീ പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. അവൻ്റെ കയ്യിൽ നിന്ന് നന്മയോ അല്ല കുറവുള്ളതോ എന്ത് തന്നെ ആയാലും അവൻ തന്നതാണെങ്കിൽ ഞാൻ എടുക്കും. ഇതിനപ്പുറം നമുക്കൊന്ന് പറയാനില്ല. വായു കൊണ്ടോ സംസാരം കൊണ്ടോ ഒന്നും ഒരു പാപവും ചെയ്തില്ല. അവിടെ എഴുതി വച്ചിരിക്കുക. കാരണം ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും എൻ്റെ ദൈവത്തെ ഞാനൊന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്താൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തെ ഞാനൊന്ന് അയ്യോ എന്നൊന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു പാപമാ. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നു. അവൻ ഒരിക്കലും ഹല്ലേലൂയ തെറ്റ് എൻ്റെ മേൽ ചെയ്യുന്നവനല്ല, തിന്മ എനിക്ക് വേണ്ടി ചെയ്യുന്നവനല്ല എൻ്റെ ദൈവം. ആ ഉറപ്പ് ആർക്കുണ്ട്? ഇയ്യോബിനുണ്ട്. അതുകൊണ്ട് ഇയ്യോബ് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ അത് പാപമാണ്. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. അതാ നമ്മുടെ ദൈവത്തിലുള്ള കോൺഫിഡൻസ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾ പലർക്കും പല രീതിയിലാകാം. എന്നാൽ ഞാൻ ഇവിടെ നമ്മൾ പാട്ട് പാടി ആരാധിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ, ഇത്രയും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ ആശ്രയിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം നഷ്ടമാണെന്നറിയോ നമുക്ക്? ഹല്ലേലൂയ. അല്ലേ? നമ്മളൊരു ഒരു ഒരു വില കണക്കാക്കുന്നത്, അതിന് കൊടുത്ത വില അതിൻ്റെ മൂല്യം കണക്കാക്കുന്നത് അതിന് കൊടുത്ത വില എത്രയാണെന്ന് കണക്കാക്കിയിട്ടാണ്. എനിക്ക് വേണ്ടി അവൻ അത്രയും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. അവൻ അത്രയും വില കൊടുത്ത് എന്നെ രക്ഷിച്ചില്ല എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ മുന്നോട്ടുള്ള ഹല്ലേലൂയ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമാണ്. ഹല്ലേലൂയ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അത്രയും കൊടും ക്രൂരമായതും അല്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആലോചിക്കാൻ പോലും പറ്റാത്തതായതുകൊണ്ട് അവൻ അത്രയും വലിയ വില കൊടുത്തു. ആ കർത്താവ് അത്രയും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ കരുതും. സ്തോത്രം. നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും അവനെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത്രയും അങ്ങോട്ട് പറ്റുമെന്നില്ലെന്നൊക്കെ നമുക്ക് തോന്നാം. നമുക്കറിയാം പൗലോസും ശീലാസും എന്താ ചെയ്തതെന്ന്, അല്ലേ? നമുക്ക് ആ വേദഭാഗം കൂടെ ഒന്ന് വായിക്കാം. സ്തോത്രം. വായിച്ചട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിച്ചു. നമ്മൾ അവരെ സ്തുതിച്ചു, ജയിലിലാക്കി സ്തുതിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സ്തുതിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ജയിലിൽ കിടക്കുമ്പോഴുള്ള അവരുടെ അവസ്ഥ നമ്മൾ ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വായിച്ചേട്ടാ ഒന്നുകൂടെ. പുരുഷാരം അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇന്നർ സെല്ലിൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ടു പൂട്ടി. ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ആ ക്രൂര മർദ്ദനത്തെ പറ്റിയും അതുപോലെ തന്നെ അവരായിരിക്കുന്ന തടവിനെ പറ്റിയും ഒക്കെ പറയാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അത് കഴിഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ ഒരു മുട്ടുസൂചി കുത്തിയാൽ മതി, പിന്നെ അന്നത്തെ ആരാധനയും പോയി, വർഷിപ്പും പോയി. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഭയങ്കര ക്ഷീണം, പിന്നെ അങ്ങ് ഉറങ്ങണം. ഹല്ലേലൂയ. ഇവിടെ അടികൊണ്ട് വസ്ത്രം ഊരി ഇന്നർ സെല്ലിൽ പിന്നെയും അടിച്ച് കാല് ആമത്തിലിട്ട് ഇന്നർ സെല്ലിൽ കിടക്കുന്ന അവർക്ക് അർദ്ധരാത്രിയിൽ ഹല്ലേലൂയ അവർക്ക് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കാൻ മറന്നുപോയല്ലോ ഈ തിരക്കിനിടയിൽ. ഹല്ലേലൂയ. അവർ ദൈവത്തെ പാടി. ഇതാ നമ്മുടെ ദൈവവും നാമും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ ആ ദൈവത്തെ ആ ബന്ധത്തോടുകൂടെ പിൻപറ്റുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
നമ്മുടെ പ്രശ്നങ്ങളിലും അവൻ ദൈവമായിട്ട് തന്നെ കൂടെയുണ്ട്. അവൻ പിതാവായിട്ട് കൂടെയുണ്ട്. അവൻ അപ്പനായിട്ട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ സഹായകനായിട്ട് കൂടെയുണ്ട്. നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ചാൽ പറയും, എന്നെ മാനിച്ചൊരു ദൈവമുണ്ട്. യഹോശഫാത്തിനോട് ചോദിച്ച പറയും, എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, ഹല്ലേലൂയ, എനിക്ക് ഇരട്ടി തന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. പൗലോസിനോടും ശീലാസിനോടും ചോദിച്ചാൽ പറയും, എന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിക്കുകയല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരു പുതിയ തീരുമാനത്തോടുകൂടെ. സാഹചര്യങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങൾ ഇല്ല എന്ന് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങൾ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. രാജാവ് കൊല്ലാൻ ശ്രമിക്കൂ എന്നുള്ളത് വാസ്തവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നീ ചിലപ്പോൾ ബുദ്ധിഭ്രമം നടിക്കേണ്ടി വരുമെന്നുള്ളത് വാസ്തവമാണ്. നിനക്ക് അടി കിട്ടി എന്നുള്ളതും ഹല്ലേലൂയ, നിന്റെ സകലവും നഷ്ടപ്പെട്ടു എന്നുള്ളതും ഹല്ലേലൂയ ഒരു മിഥ്യയല്ല. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ഇതിനേക്കാളും അധികം ഉറപ്പാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ്റെ കണ്ണുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഹല്ലേലൂയ ഈ സൈന്യത്തെക്കാളും പവർഫുൾ ആണ്. അവൻ്റെ ചെവികൾ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്നുള്ളത് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാളും വലുതാണെന്ന് ഞാനും നിങ്ങളും ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ദൈവത്തിന് കൈകൾ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 22 3 വാക്യം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണോ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തുതികളിന്മേൽ കാണുന്നവനെ. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ നമ്മുടെ സ്തുതികളിന്മേലാ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ കഷ്ടങ്ങളിലും അവനെ സമീപസ്ഥനായിട്ട് കണ്ടതിൻ്റെ കാരണം അവൻ സ്തുതി മുഴക്കിയപ്പോഴാണ്. ഹല്ലേലൂയ. ജയില് തുറന്നതിൻ്റെ കാരണം ഹല്ലേലൂയ സ്തുതി കേട്ടപ്പോഴാണ്. ഹല്ലേലൂയ. യഹോശഫാത്തിനെ വിടുവിച്ചത്, ആ ശത്രുവിനെ തോൽപ്പിച്ചതിൻ്റെ കാരണം ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തുതി കേട്ടത് കൊണ്ടാണ്. ഇയ്യോബിനെ ഇരട്ടി നന്മകളാൽ മാനിച്ചതിൻ്റെ കാരണം ഹല്ലേലൂയ അവൻ സ്തുതിയുടെ ശബ്ദം കേട്ടതുകൊണ്ടാണ്. ഇന്ന് ആരെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഭയത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ, അഫ്ലിക്ഷനിലൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവനെ പാടി മഹത്വപ്പെടുത്തുക. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അവൻ മാറാത്തവൻ.